Hello guys and welcome back to Best Topics. Recently Team BHP അടുത്തൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. ടാറ്റ മോട്ടോഴ്സ് അവരുടെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ലൈൻ വീണ്ടും ഗ്ലോബൽ എൻക്യാപ് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് ബേസിക്കലി ഇപ്പോൾ നമുക്കറിയാം നെക്സോൺ മുതൽ അൾട്രോസ്, പഞ്ച്, ടിയാഗോ, ടിഗോർ പോലുള്ള വാഹനങ്ങൾ വരെ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് അവർ ക്രാഷ് ടെസ്റ്റിന് കൊടുക്കാത്ത അവരുടെ ഫ്ലാഗ്ഷിപ്പ് വാഹനങ്ങളാണ് ഹാരിയറും സഫാരിയും. ഈ രണ്ട് വാഹനങ്ങളും കൊടുക്കാത്തതിൻ്റെ റീസൺ നമ്മളിൽ പലർക്കും അറിയാം. ഇതിന് ചെറിയൊരു ഓയിൽ ഇൻട്രൂഷൻ ഇഷ്യൂ ഉണ്ട് ഇതിൻ്റെ ഡീസൽ മോഡലിന്. അതായത് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഡ്രൈവറിൻ്റെ കാലിൻ്റെ തൊട്ടടുത്താണ്, അതായത് പെഡൽസിൻ്റെ അടുത്താണെന്ന് പറയാം. അപ്പോൾ ഇത് ക്രാഷ് ടെസ്റ്റ് അവർ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് പെഡൽസ് എല്ലാം കൂടെ അകത്തേക്ക് വന്നാൽ ഡ്രൈവറിൻ്റെ കാലിന് മേജറായിട്ടുള്ള ഇഞ്ചുറീസ് വരും. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റിംഗ് ഒരു പരിധിവരെ താഴേക്ക് പോകേണ്ട ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈവൻ 4 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഹാരിയറിന് കിട്ടുന്നത് എങ്കിൽ പോലും ടാറ്റയ്ക്കെതിരെ ചിലപ്പോൾ ഒരുപാട് പേര് സംസാരിക്കും. കാരണം ഇവരുടെ എൻട്രി ലെവൽ വാഹനങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന പഞ്ചിനും അൾട്രോസിനും നെക്സോണിലും ഒക്കെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ റേഞ്ചിലെ ഫ്ലാഗ്ഷിപ്പ് വാഹനങ്ങളെ ഹാരിയറിനും സഫാരി 30 ലക്ഷം രൂപ വരെയൊക്കെ മാക്സിമം വാഹനങ്ങൾ കോൺട്രോൾ പ്രൈസ് പോകുന്നുണ്ട്. അത്രയും വില വരുന്ന വാഹനങ്ങൾക്ക് 3 സ്റ്റാർ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ആൾക്കാർക്ക് വിഷമാവും. ഇതിപ്പോൾ ഹാരിയറിൻ്റെയും സഫാരിയുടെയും മാത്രം പ്രശ്നമല്ല, ഫിയറ്റിൻ്റെ ഈ 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ കോമ്പസ് ആയിക്കോട്ടെ, ഹെക്ടർ ആയിക്കോട്ടെ, ഹെക്ടർ പ്ലസ് ആയിക്കോട്ടെ, ഹാരിയർ ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, അഥവാ ഇനി ജീപ്പിൻ്റെ അപ്കമിങ് ഒരു വാഹനം വരുന്നുണ്ട് മെറിഡിയൻ, അതിനും ഈ ഒരു പ്രശ്നം തീർച്ചയായും ഉണ്ടാവും. ഇനി ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ നിലവിലുള്ള പ്രൊഡക്ഷൻ ലൈനിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ ഹാരിയറും സഫാരിയും കുറച്ചും കൂടെ ക്രാഷ് ടെസ്റ്റിന് എലിജിബിൾ ആക്കുന്ന രീതിയിലായിരിക്കാം മാറ്റങ്ങൾ വരുത്തുന്നത്. ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഡീസൽ എഞ്ചിനാണ് പ്രശ്നമുള്ളത്. ഹാരിയറിൻ്റെയും സഫാരിയുടെയും പെട്രോൾ എഞ്ചിൻസും റീസെൻ്റ് നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ കൊടുത്ത ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളില്ലാത്ത 4 അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഒരു വാഹനത്തിന് കിട്ടിയേക്കാം. ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഹാരിയറും സഫാരിയും ബേസ് ചെയ്തിരിക്കുന്നത്. ഒമേഗ ആർക്ക് എന്നാണ്, അതായത് ബേസിക്കലി ഒമേഗ ആർക്കിടെക്ചർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിപ്പോൾ ഡിറൈവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ടാറ്റ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാൻഡ് റോവർ ആണെങ്കിൽ ഇതിൽ അലൂമിനിയം ആണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ടാറ്റ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റീലാണ്. അതാണ് ഇതിൻ്റെ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു ഡിഫറൻസ് വരുന്നത്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ മിക്കവാറും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലും അല്ലാത്ത സ്ഥലങ്ങളിൽ ഹൈ സ്ട്രെങ്ത് സ്റ്റീലും ഒക്കെ ആയിരിക്കാം. ഇവരിപ്പോൾ ഇതിൻ്റെ പെട്രോൾ മോഡലാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഓയിൽ ഇൻട്രൂഷൻ ഇഷ്യൂ തീർച്ചയായും ഉണ്ടാവില്ല. കാരണം ഇന്ത്യൻ വാഹനങ്ങൾക്ക് പൊതുവെ എല്ലാത്തിലും തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇത് പക്ഷേ ഫിയറ്റിൻ എഞ്ചിൻ ആയതുകൊണ്ടും ഇത് ഗ്ലോബലി പല വാഹനങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ടും അവിടെ എല്ലാ വാഹനങ്ങളും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് റൈറ്റ് സൈഡിൽ വരുന്നത്. കാരണം പുറത്തെ വാഹനങ്ങളിൽ ക്രാഷ് ടെസ്റ്റ് കോംപ്ലയൻസ് ഇത് പാലിക്കണമെങ്കിൽ ഇത് റൈറ്റ് സൈഡിൽ തന്നെ വരണം. കാരണം അവിടെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ വെച്ചാണ്. അപ്പോൾ ഈ സംഭവം ഒരു പ്രശ്നമാവില്ല. പക്ഷേ നേരെ ഇന്ത്യയിലേക്ക് വരുമ്പം ഇതിപ്പോൾ അവരുടെ ഗ്ലോബൽ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഈ സംഭവം റൈറ്റ് സൈഡിൽ വരുന്നത്. പക്ഷേ ഇന്ത്യയിലെ വാഹനങ്ങൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിലാണ്, നമ്മുടെ വാഹനങ്ങളെല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. എന്തായാലും നമുക്ക് കാണാം ടാറ്റ ഈ 2 വാഹനങ്ങൾക്കും തീർച്ചയായും 5 സ്റ്റാർ റേറ്റിംഗിൽ കുറഞ്ഞത് ഒന്നും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് മാറ്റി ഡിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ചിലവ് വരുന്നതായിരിക്കും. കാരണം ഈ എഞ്ചിൻ ടാറ്റയുടെ അല്ല, ഇത് ഫിയറ്റിൻ്റെ ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് അതിൽ ഇവർക്ക് തന്നെ മാറ്റങ്ങൾ വരുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിസൈൻ തന്നെ കംപ്ലീറ്റ് മാറ്റി ഒരുപാട് റീ എഞ്ചിനീയറിംഗ് ഒക്കെ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് അത് ചെയ്യാതെ മിക്കവാറും വേറെ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളായിരിക്കും ഇവർ സ്വീകരിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് അനുസരിച്ച് 2022 അവസാനമാകുമ്പോഴേക്കും ഹാരിയറിൻ്റെയും സഫാരിയുടെയും ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സ് പുറത്തു വരുമെന്നാണ് റിപ്പോർട്ട്സ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു കമ്പനിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഞങ്ങൾ ഈ വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ട്സ് പുറത്തു വിടുന്നൊക്കെ. സാധാരണ റിപ്പോർട്ട്സ് വരുന്ന സമയത്ത് അതങ്ങ് വരികയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം ഇറങ്ങുകയാണെങ്കിൽ അതിന് ടാറ്റയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ ഒരു ക്രാഷ് ടെസ്റ്റ് ചെയ്യും. ലോഞ്ചിന് മുമ്പോ അല്ലെങ്കിൽ ലോഞ്ചിന് ശേഷമൊക്കെ ആയിട്ട് അവർ പെട്ടെന്ന് ആ ഒരു റിപ്പോർട്ട് പുറത്തു വിടുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഞങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടും, ക്രാഷ് ടെസ്റ്റ് നടത്തുന്നൊക്കെയാണ് പറയുന്നത്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ആദ്യം ലഭിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.